ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഞാൻ പറയാറുണ്ട്. ഞാൻ പൊതുവെ രേണുസുധയുടെ മാറ്റർ ഒന്നും ഇപ്പോഴായിട്ട് എടുക്കാറില്ല. കാരണം പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യം ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് എടുക്കാത്തത്. ഇങ്ങനെയുള്ള ഓരോ വർത്തമാനം പറഞ്ഞിട്ട് പോലും ഇവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഈ പറയുന്നത് ഈ വീഡിയോയിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെന്ത് ഒരു പബ്ലിക്കായിട്ട് എന്തൊരു മെസ്സേജാണ് ഈ വീഡിയോയിൽ ഇവർ കൊടുക്കുന്നത്? എന്താണ്? അല്ലെങ്കിൽ തന്നെ ഇവർ സ്വയം പറയുന്നുണ്ട് ഇവർ സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിൽ ഒരു ദിവസം നിന്നാൽ പോലും സെലിബ്രിറ്റിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സെലിബ്രിറ്റീസ് പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന കാര്യമാണ് ഇവർ പറയുന്നത്. അഥവാ നമ്മൾ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മളെ ആൾക്കാരെ അവരുടെ നല്ല കാര്യങ്ങളായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ചിലരൊക്കെയാണല്ലോ അതിനെ മാതൃകയാക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ സെലിബ്രിറ്റി എന്ന് പറയാൻ പോലും ഇവർക്ക് അവകാശമില്ല. കാരണം ഇവർ എന്ത് മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇവർ ഈ വീഡിയോയിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് കോഫി കുടിക്കാനോ, നിങ്ങൾക്ക് ഷേക്ക് കുടിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കറങ്ങണമെങ്കിലോ എൻ്റെ മാനേജറിനെ ഒന്ന് കോൾ ചെയ്യുമെന്ന്. അപ്പൊ ആ മാനേജറിനെ കോൾ ചെയ്തിട്ട് എന്താ കിട്ടണത്? എന്താ രേണുസുധയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടണത്. എന്നിട്ട് അവർക്ക് ക്യാഷ് കൊടുത്ത് ഇവളുടെ കൂടെ ഇരിക്കാൻ പറ്റി. രേണു എന്ന് പറഞ്ഞ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റും. സെലിബ്രിറ്റി ആണല്ലോ, അപ്പൊ നമുക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റും എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി ചെയ്യേണ്ട കാര്യം. ഇതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്തൊക്കെ വന്നാലും, ഒന്നല്ലെങ്കിലും രണ്ട് മക്കളാണെങ്കിലും എന്തായാലും ഒരു മകനുണ്ടല്ലോ ഇവർക്ക്. ഇവരമ്മയല്ലേ, ഇവര് അതുപോലെ തന്നെ ഒരു മകളല്ലേ, ഇവരൊരു ഭാര്യയല്ലേ, എന്തായാലും അവരുടെ ഭർത്താവ് വഴിയല്ലേ അവർ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവരെന്താണ് ഇതിലൂടെ പറയുന്നത്? എന്താണ് ഇവർക്ക് ഈ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിൽ അവരുടെ കമന്റ് ബോക്സ് നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്ന സ്ത്രീകളെ ഞങ്ങൾ പറയുന്ന പേരാണ് വെടി എന്നും അതുപോലെ പല 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 പേരുകളും പറയുന്നുണ്ട്. പറഞ്ഞാൽ ഇവര് പറയുന്നത് എന്താണ് എന്ന് ഇവർക്ക് യാതൊരുവിധ ബോധവുമില്ല. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, ഇവർക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ലത് ഏതാണ്, ചീത്തയാണ് ഇവർക്കറിയില്ല. ഇവർക്ക് മുഴുവൻ വിവരമില്ലായ്മയാണ്. ആ വിവരമില്ലായ്മ ഒന്ന് തിരുത്തി കൊടുക്കാൻ പോലും ഇവരുടെ വീട്ടിൽ നിന്ന് പോലും ആരും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർക്ക് അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യമില്ല. അവര് പോലും ഇവരുടെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ വന്ന് പറയുമോ, എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകാനായിട്ട് നിങ്ങൾ എൻ്റെ മാനേജറിനെ വിളിക്കുമെന്ന്? ഇവരാണെങ്കിൽ എത്രയോ തവണ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി. ഒരു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്ത്രീയാണോ ഇങ്ങനെ പറയുന്നത്? കോഫി പിടിക്കാൻ വരൂ, ഡ്രൈവ് ചെയ്യാൻ പോകാം, കറങ്ങാൻ വേണ്ടി പോകാം, എൻ്റെ മാനേജറിനെ വിളിക്കൂ, അങ്ങനെയാണോ വന്ന് പറയുന്നത്? ഏത് സ്ത്രീയാണ് അങ്ങനെ പറയണത്? അതുപോലെ തന്നെ ഇവരുടെ മരിച്ചുപോയ ഭർത്താവ്, അവരുടെ പേരിലല്ലേ ഇവർ ഈ കയറി വന്നിരിക്കുന്നത്. ആ ഒരു പേരും വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും, ആ മരിച്ചുപോയ അദ്ദേഹത്തിനെ ഇവർ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്താ, ഇവരപ്പോ ഇതൊക്കെ മനഃപൂർവ്വം ഇട്ട് തരുന്നതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം. അവരെങ്ങനെ ജീവിച്ചോട്ടെ. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ തെറ്റുകൾ നമ്മളെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ നേരത്ത് നമ്മളോട് പറയണത് എന്താ? അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അത് നിങ്ങൾക്കെന്താ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇങ്ങനെയുള്ള ജീവിതത്തിൽ കൂടി എന്താണ് ഈ വരും തലമുറകളൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണല്ലേ? എന്താണ് ഈ പുതിയ തലമുറയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? രേണുവിന് പാദസേവ ചെയ്യാൻ നിൽക്കുന്നവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ? എന്തൊക്കെ കോമാളിത്തരങ്ങളാണ്, എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവര് ഈ വിളിച്ചു പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് എന്നെ വീട്ടിലിരുത്തണം, എനിക്ക് ഒരു വരുമാനം കിട്ടരുത് എന്ന് താറുമാറാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേരാണ്. അവര് കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ദൈവവും ഉള്ള കുറച്ച് ആൾക്കാരും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കും. ഇവരെന്താണ് ഈ പറയുന്നത്? ഇവരെന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അതായത് ഇവരെ വീട്ടിലിരുത്താനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടത്രേ. ആരാണ് ഇവരെ വീട്ടിലിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവര് ജോലി ചെയ്യണം. ഒരു ആൾക്കാരും, അതായത് ഒരു മീഡിയാസും, ഒരു യൂട്യൂബേഴ്സും, ഒരു സോഷ്യൽ മീഡിയ, ഇവര് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കള് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് ആണെന്നല്ലേ പറയണത്. ഒരു യൂട്യൂബേഴ്സും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവര് വീട്ടിലിരിക്കാനായിട്ട്. ആരും പറയുന്നില്ല ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ വീട്ടിലിരുന്ന് അടുപ്പ് ഊതണമെന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നോ ആരും പറയത്തില്ല.
ഇന്നത്തെ കാലഘട്ടമാണ്. എല്ലാവരും പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി ഇനി മുൻപോട്ടുള്ള ജീവിതം ജീവിക്കണം എന്ന് പറയുന്നത്. അത് പക്ഷെ സത്യസന്ധമായി, അന്തസ്സായി, മാന്യമായി ജീവിക്കണമെന്നേ ആൾക്കാർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്ത്, അതായത് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും, ഇതൊക്കെ കൊണ്ട് നമുക്ക് യൂട്യൂബ് എന്നല്ല, ഒരു സോഷ്യൽ മീഡിയ നമുക്കൊന്ന് തുറക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ, അതൊന്ന് അവസാനിപ്പിക്കാനേ ആൾക്കാർ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഡബിൾ മീനിങ്ങിനുള്ള ഇവരുടെ ഓരോ വർത്തമാനങ്ങൾ, അതൊക്കെ പറയാൻ നേരത്താണ് ഇവിടെ ആൾക്കാർ ഇവരെ വിമർശിക്കണത്. അല്ലാതെ ഇവര് ഒരിക്കലും ഒരാളും ആഗ്രഹിക്കുന്നില്ല ഇവര് വീട്ടിലിരിക്കണമെന്ന്. എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അയാളുടെ പേര് ഇനിയും വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ? അയാള് ജീവനോടെ ഈ ലോകത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇതുപോലത്തെ റീൽസും വീഡിയോസും അഭിനയിക്കാനായിട്ട് അദ്ദേഹം വിടുമോ? നിങ്ങളെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അദ്ദേഹം ജീവനോടെ ഇരുന്നെങ്കിൽ അങ്ങനെ വിടുമായിരുന്നോ നിങ്ങളെ? എന്നിട്ട് അയാളുടെ പേര് വീണ്ടും വീണ്ടും നിങ്ങൾ ഉപയോഗിച്ച് അതിലൂടെ നിങ്ങൾ റീച്ച് നേടാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ശ്രമിക്കുന്നത്? കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജില്ലേ, അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴേ? ഫേസ്ബുക്ക് പേജ് അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അത് കൊള്ളാലേ. ഇവര് തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജിലെ പേരും പ്രൊഫൈൽ പിക്ചറും മറ്റെല്ലാം മാറ്റിയിട്ട് ഇവര് വന്ന് പറയണ അവരുടെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തെന്ന രീതിയിൽ ഇവര് തന്നെ വന്ന് സംസാരിക്കുക. കൊള്ളാം. ഇതിലും വലിയ കല്ല് വെച്ച നോണ ഇനി വേറെയില്ല. പിന്നെ വാ തുറക്കുന്നത് കള്ളം പറയാൻ വേണ്ടി മാത്രമാണല്ലോ. പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവരുടെ കാര്യത്തില്.